കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്വാദിഷ്ടമായ പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഒരു പകുതി പൈനാപ്പിൾ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, 1 കപ്പ് വെള്ളം. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്താണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങ, ജീരകം 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ കടുക്, പച്ചമുളക് 2 എണ്ണം. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം നമുക്ക് കൂട്ടാം. കറിവേപ്പില താളിച്ച് ചേർക്കുന്നതിനായിട്ട് കടുക് 1/4 ടീസ്പൂൺ, വറ്റൽമുളക് 2 എണ്ണം, കറിവേപ്പില കുറച്ച്, 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇതിലേക്ക് തൈര് ചേർത്താണ് ഉണ്ടാക്കുന്നത്. തൈര് 2 ടീസ്പൂൺ. ഇനി എങ്ങനെ നമുക്ക് പച്ചടി തയ്യാറാക്കുന്നത് നോക്കാം. പൈനാപ്പിൾ നമുക്ക് ഒരു പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം. പൈനാപ്പിൾ നല്ല വേവുണ്ട്, കുറച്ച് കൂടുതൽ നേരം വേവിക്കേണ്ടി വരും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1/2 കപ്പ് വെള്ളം ചേർത്ത് വേവിക്കാൻ വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് കൂടുതൽ നേരം വേവിക്കാൻ വെക്കണം. ഇത് വേകുന്ന സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് മിക്സിയിലെ ജാറിലേക്ക് തേങ്ങ, ജീരകം, കടുക്, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 സ്പൂൺ തൈര് കൂടി ഇതിലേക്ക് ചേർക്കാം. പുളിക്ക് അനുസരിച്ച് തൈര് ചേർക്കുക. പുളി കുറവുള്ള തൈരാണെങ്കിൽ 1 സ്പൂൺ കൂടെ കൂടുതൽ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് വെള്ളം ചെറുതായി വറ്റി വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഒരുമാതിരി വെള്ളം വറ്റിയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് കടുക്, പച്ചമുളക്, കറിവേപ്പില താളിച്ച് ചേർക്കുക. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡിയായി. ഇനി ഇത് തണുത്ത ശേഷം മാത്രം സെർവ് ചെയ്യുക.